കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ റോമാലേഖനം 8-ാം അധ്യായമാണ് ചിന്തിച്ച് നിർത്തിയത്. 8-ാം അധ്യായത്തിൽ നിന്ന് പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ലഭിച്ചതായ 4 വിധ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവന് സ്തോത്രം. ഒടുവിൽ നമ്മൾ ശക്തമായ ഒരു ചോദ്യം പൗലോസ് നമ്മളോട് ചോദിക്കുന്നു. പൗലോസ് പറയുന്നു, സ്വയമേ പൗലോസും താൻ തന്നെ ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർതിരിക്കും? അവന് സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർതിരിക്കും? അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഉറപ്പ് നമുക്ക് ലഭിച്ചത് നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്, ദൈവമക്കളായി തീർന്നത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നത് കൊണ്ടാണ്. ഈ വലിയ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. തുടർന്ന് റോമാലേഖനത്തിന്റെ മധ്യഭാഗത്ത് 3 അധ്യായങ്ങൾ, ഇതുവരെ നമ്മൾ പഠിച്ചു വന്നതിൽ വ്യത്യസ്തമായ 3 അധ്യായങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്തിനാണ് ഈ 3 അധ്യായങ്ങൾ ഇതുവരെ പറഞ്ഞു വന്ന ഉപദേശ വിഷയങ്ങളുമായി ബന്ധപ്പെടാതെ? നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ തോന്നാം, പൗലോസ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ കുറിച്ചെടുത്ത് പറയുവാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ 3 അധ്യായങ്ങൾ കഴിയുമ്പോൾ പിന്നെ തുടരുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചാണ്. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ താൻ പ്രതിപാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക വശത്ത് നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉപദേശം മാത്രം പോരാ. ഉപദേശം മനസ്സിലാക്കി കേൾക്കുന്ന ദൈവമക്കൾ ആ ഉപദേശപ്രകാരം ജീവിക്കുവാൻ തയ്യാറായി തീരണം. അതാണ് ഏറ്റവും പ്രധാനം അറിയിക്കുന്ന കാര്യം. അതിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന കാര്യം അതാണ്. ഉപദേശം മനസ്സിലാക്കിയാൽ പോരാ, ഉപദേശപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ നടുവിൽ ഈ 2 വിഷയത്തെ കൂട്ടി ഇണക്കുന്ന ഒരു കണ്ണിക പോലെ യഹൂദന്മാരുടെ കാര്യം പൗലോസ് അതിന്റെ നടുവിൽ കൊണ്ടിടുന്നു. അതിൽ 3 അധ്യായങ്ങളിൽ 3 വിഷയങ്ങളാണ് പൗലോസ് പറയുന്നത്. 9, 10, 11 ഈ 3 അധ്യായങ്ങളിൽ യഹൂദനെ സംബന്ധിച്ച 3 പ്രത്യേക കാര്യങ്ങൾ പറയും. ഒന്ന്, 9-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരമാധികാരവും യഹൂദ ജനത്തിന്റെ തെരഞ്ഞെടുപ്പുമാണ് പറയുന്നത്. ദൈവം ചെയ്ത കാര്യം ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ 9-ാം അധ്യായത്തിലെ വിഷയം യഹൂദ ജാതിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ദി എലക്ഷൻ ഓഫ് ഇസ്രായേൽ. ദി എലക്ഷൻ ഓഫ് ഇസ്രായേൽ, യഹൂദന്റെ തെരഞ്ഞെടുപ്പ്. 10-ാം അധ്യായത്തിലെ വിഷയം ദൈവം അവരെ തിരഞ്ഞെടുത്തു എങ്കിലും അവർ വിശ്വാസത്തിൽ നിലനിന്നില്ല, അവിശ്വാസത്താൽ അവർ തിരസ്കരിക്കപ്പെട്ടു പോയി എന്നതാണ് അതിനകത്തെ വിഷയം. അപ്പോൾ അതിനകത്തെ മെയിൻ കാര്യം അത് യഹൂദന്റെ തിരസ്കരണം എന്നുള്ളതാണ്. യഹൂദന്റെ തിരസ്കരണം, ദ റിജക്ഷൻ ഓഫ് ഇസ്രായേൽ, ദ റിജക്ഷൻ ഓഫ് ഇസ്രായേൽ. അടുത്ത അധ്യായം 11-ാം അധ്യായമാണ്. ആ 11-ാം അധ്യായത്തിൽ പൗലോസ് സ്ഥാപിക്കുന്നത് അവർ അവിശ്വാസത്തിൽ നിലനിൽക്കാതെ ദൈവത്തെങ്കിലേക്കും മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി അംഗീകരിക്കും എന്നാണ് താൻ സ്ഥാപിക്കുന്നത്. ഇത് യഹൂദന്റെ പുനഃസ്ഥാപനം അല്ലെങ്കിൽ മടങ്ങി വരവ് എന്നുള്ളതാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് 13-ാം അധ്യായം. അതായത് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ജനത്തിന്റെ യഥാസ്ഥാപനം.
അപ്പൊ 3 അധ്യായങ്ങളിൽ 3 പ്രധാന വിഷയങ്ങളുണ്ട്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഈ ത്രികാലങ്ങളെ സ്പർശിക്കുന്നതാണ് യഹൂദന്റെ ചരിത്രം. ഈ ത്രികാലങ്ങളെ സ്പർശിക്കുന്ന ഒരു ജാതിയും വേറെ ലോകത്തിലില്ല. ഈ 3 കാലഘട്ടങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ഒരു ജനവിഭാഗവും ലോകത്തിലില്ല, യഹൂദനെ ഒഴിച്ച്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ 3 കാലഘട്ടങ്ങളിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് ഒന്നുകൂടെ പറയാം. നമ്മുടെ ഓർമ്മയിൽ നിലനിർത്തണം, കുറിക്കുന്നവർക്ക് അത് പ്രയോജനമാണ്. ഒന്ന്, യഹൂദ ജാതിയുടെ ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള തെരഞ്ഞെടുപ്പ്. അതിനാർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കത്തില്ല. ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് യഹൂദന്റെ തെരഞ്ഞെടുപ്പ്. അത് ഭൂതകാലത്തിൽ സംഭവിച്ചതാണ്. വർത്തമാനകാലത്തിൽ വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ തിരസ്കരിക്കപ്പെട്ടു പോയി, യഹൂദൻ തള്ളപ്പെട്ടു പോയി. അഥവാ യഹൂദന്റെ തിരസ്കരണം എന്നുള്ളതാണ്. ഇനിയും ഭാവി കാലത്ത് എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? യഹൂദൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിയായി യഥാസ്ഥാനപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് അവർ മടങ്ങി വരും. ക്രിസ്തുവിനെ അവർ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുകയാണ്. ഇത് പ്രവചന നിവൃത്തിയാണ്. ഈ വിഷയങ്ങളാണ് റോമാലേഖനം 9, 10, 11 ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം ഈ അധ്യായങ്ങൾ വായിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. മറ്റു വിഷയങ്ങൾ സാധാരണ പഠിക്കുന്നത് പോലെ ഇത് ഉപമയോ അല്ലെങ്കിൽ കുറെ കഥകളോ ഉൾപ്പെടുന്ന കാര്യങ്ങളല്ല. ഇത് ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് ഈ 9-ാം അധ്യായത്തിൽ ആരംഭിക്കുമ്പോൾ ആദ്യമായി തന്നെ ഓർപ്പിക്കുന്ന കാര്യം 9-ാം അധ്യായത്തിൽ നമുക്ക് 4ആയി തിരിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. 9-ാം അധ്യായത്തെ നമുക്ക് 4ആയി തിരിച്ച് പഠിക്കാൻ കഴിയും. ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത. 1-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ അതാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത, ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. 2-ാമത്തത് ദൈവത്തിന്റെ നീതി. 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിന്റെ നീതി എന്ന വിഷയം താൻ എഴുതിയിരിക്കുന്നത്. ഗോഡ്സ് റൈച്ചസ്നെസ് 14 മുതൽ 18 വരെ. 3-ാമത്തെ വിഷയം ദൈവത്തിന്റെ ന്യായം അഥവാ ഗോഡ്സ് ജസ്റ്റിസ്. ദൈവത്തിന്റെ ന്യായം എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ന്യായം എന്നുള്ളത് 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് 4-ാമത്തെ കാര്യം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ എന്നുള്ളതാണ്. ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ. ഈ 4 വിഷയങ്ങൾ 9-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1, ദൈവത്തിന്റെ വിശ്വസ്തത. 2, ദൈവത്തിന്റെ നീതി. 3, ദൈവത്തിന്റെ ന്യായം. 4, ദൈവത്തിന്റെ കൃപ. നോക്കുക, ഒരു അധ്യായം പഠിക്കുമ്പോൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഇതുപോലെ നമ്മൾ എടുത്ത് എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് ആ അധ്യായങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ 4 ചോദ്യങ്ങൾ ഈ 9-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കും. ഈ 4 വിഷയം തെളിയിക്കുവാൻ പൗലോസ് 4 ചോദ്യങ്ങൾ ചോദിക്കും. പൗലോസിന്റെ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. മനുഷ്യനോട്, വായനക്കാരോട് ചോദ്യം ചോദിച്ചുകൊണ്ട് പൗലോസ് തന്നെ അതിന് മറുപടി പറയും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇതാണ്
തൻ്റെ എഴുത്തിൽ വരുന്ന ഒരു പ്രത്യേകത. എന്താ താൻ ചോദിക്കുന്ന ചോദ്യം? ഒന്നാമത്തെ ചോദ്യം 6-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം വൃഥാവായി പോയോ? ദൈവം തന്റെ ജനത്തോട് വാഗ്ദത്തം ചെയ്തവനാണ്. ആ വാഗ്ദത്തം വൃഥാവായി പോയോ? രണ്ടാമത്തെ ചോദ്യം 14-ാം വാക്യത്തിലാണ്. ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഉത്തരവില്ലെന്നാണ് അത് സ്ഥാപിക്കുവാൻ പോകുകയാണ്. നമുക്കവിടെ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമത്തെ ചോദ്യം 19-ാം വാക്യമാണ്. ഈ പൗലോസ് ചോദിക്കുന്ന 4 ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 6-ാമത്തെ ദൈവത്തിന്റെ വാഗ്ദത്തം വൃഥാവായി പോയോ? രണ്ടാമത്തെ ചോദ്യം 14-ാം വാക്യം, ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? മൂന്നാമത്തെ ചോദ്യം 19-ാം വാക്യം, എന്തുകൊണ്ട് ദൈവം ജനത്തെ കുറ്റപ്പെടുത്തുന്നു? നാലാമത്തെ ചോദ്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? 30-ാമത്തെ വാക്യം. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ 9-ാം അധ്യായത്തിലുണ്ട്. ഈ 4 ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറയുന്നുണ്ട്. ഇത് വളരെ വിശേഷമേറിയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേഗം ഈ 9-ാം അധ്യായത്തിലേക്ക് വരാം. 9-ാം അധ്യായത്തിലെ വിഷയം നമുക്ക് പഠിക്കുവാൻ നമ്മുടെ സമയം നമുക്ക് ചെലവഴിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയാണ് ഇസ്രായേൽ. ആ തെരഞ്ഞെടുത്ത ജാതിയുടെ അധപ്പതനത്തെ കുറിച്ച് കണ്ട് നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ, വ്യാകുലപ്പെടുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഹൃദയവ്യഥ ആ 3 അധ്യായങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കുമ്പോൾ താൻ ചോദിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട്. ആരെ കുറിച്ചാണ്? യഹൂദനെ കുറിച്ച്. 10-ാം അധ്യായം നോക്കുക, 1-ാം വാക്യം താൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായം സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. യഹൂദജാതി രക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ആഗ്രഹം. 11-ാം അധ്യായം 1-ാം വാക്യം നോക്കൂ. എന്നാൽ ദൈവം സുജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ആമേൻ. അപ്പൊ ഈ 3 അധ്യായങ്ങളുടെ 1-ാം വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ നമുക്കൊരാശയം മനസ്സിലാക്കുവാൻ കഴിയും. 9-ാം അധ്യായം ആരംഭിക്കുമ്പോൾ വേദനപ്പെടുകയാണ്. ആരെ കുറിച്ചാണ് വേദനപ്പെടുന്നത്? തന്റെ സ്വജനത്തെ കുറിച്ച് വേദനപ്പെടുന്ന ജനത്തെ. താൻ ആ സ്വജാതിയെ കുറിച്ചുള്ള ഒരു വേദന തന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. തന്റെ ഹൃദയം വേദനപ്പെടും. എന്തിനാ വേദനപ്പെടുന്നത്? 10-ാം അധ്യായം, അവർ രക്ഷിക്കപ്പെടണം, അവർ രക്ഷിക്കപ്പെടണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനായാണ് ഞാൻ താന് ഭാരപ്പെടുന്നത്. അതുകൊണ്ട് 11-ാം അധ്യായത്തെ ചോദിക്കുകയാണ്, ദൈവം ഒരു തള്ളിക്കളഞ്ഞു? ഇല്ല, ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ മടങ്ങി വരും ദൈവത്തെങ്കിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹൂദ ജാതിയെ കുറിച്ചുള്ളതായ ഒരു വലിയ ബേർഡൻ പൗലോസിനെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. സർവ്വജനത്തിനും ഉണ്ടാകുന്ന സന്തോഷം, ദൈവമക്കൾക്കുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിൽ കിട്ടിയ സ്വാതന്ത്ര്യം, ഇതെല്ലാം പറഞ്ഞേച്ച് ആ ഒഴുകി വന്ന ആ ഉപദേശ വിഷയം അവിടെ അങ്ങ് നിർത്തിയേച്ച് ഇതുവരെ പറഞ്ഞതിന് യാതൊരു സാമ്യവും ഇല്ലാത്ത നിലയിൽ പെട്ടെന്ന് വേറൊരു ജനതയെ കുറിച്ച് പറയാൻ പോകുകയാണ്. കാരണം ഇതുവരെ പറഞ്ഞു വന്നത് പുതിയ നിയമസഭയ്ക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ, വിടുതലുകൾ, ആത്മാവിലുള്ളതായ ആരാധന,
നീതീകരണം എന്നീ കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. പറഞ്ഞ ശേഷം വേറൊരു ജനത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നു. നമ്മളോടാണ് പറയുന്നത്, നിങ്ങൾ ആ ജനത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവർക്കെന്താണ് സംഭവിച്ചത്? അവർക്കങ്ങനെ സംഭവിച്ചു എങ്കിൽ 8-ാം അധ്യായം വരെ, 1 മുതൽ 8-ാം അധ്യായം വരെ പറഞ്ഞു വന്ന ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട, ദൈവസന്നിധിയിൽ വിടുവിക്കപ്പെട്ട, ദൈവസന്നിധിയിൽ ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച നിങ്ങളുടെ ജീവിതത്തിൽ അവരെ പോലെ സംഭവിപ്പാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കൊരു വാർണിംഗ് ആണ്. ഇതിനാണ് 9-ാം അധ്യായം, 10-ാം അധ്യായം, 11-ാം അധ്യായം ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ ശേഷം നമ്മുടെ പ്രായോഗിക ജീവിതവുമായി നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ റോമാലേഖനം പഠിക്കുന്ന ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ 8-ാം അധ്യായം വരെ ചിന്തിച്ച കാര്യം അവനെ സ്പർശിക്കുന്നതാണ്, എന്നെ സ്പർശിക്കുന്നതാണ്, എൻ്റെ ആത്മീയ കാര്യമാണ്. എന്നാൽ എൻ്റെ മുൻപിൽ ഒരു അപകട സൂചനയുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ആരുടെയും മുഖത്ത് നോക്കാതെ, ആരോടും ചോദിക്കാതെ, ദൈവത്തിന്റെ സർവാധികാരത്തിൽ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തോട് ജനത്തിന് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ ചിത്രമായി വരച്ചു കാണിക്കുന്നത്. അവന് സ്തോത്രം. പൗലോസിന്റെ ഭാഷയിൽ അവിടെ ഒരു വാചകം ഞാൻ ഉദ്ദേശിച്ച് അവിടെ നിന്ന് വിടട്ടെ. ആകയാൽ ഞെളിയാതെ ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസിയായി തീർന്നു, ഞാൻ പാസ്റ്ററായി തീർന്നു, ഞാൻ ഓവർസിയറായി, എനിക്ക് ഒത്തിരി സ്ഥാനങ്ങളുണ്ട്, എൻ്റെ പേരിൽ ഒത്തിരി ചർച്ചുണ്ട്, ഒക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളെക്കാൾ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് ഒരു ജനവിഭാഗത്തിന് എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പൗലോസ് വലിയൊരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചിട്ടുണ്ട്. വരച്ച ഒടുവിൽ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്: അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ചില വാണിംഗുകൾ മുൻപിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളെല്ലാവരും ഹൈവേയിൽ യാത്ര ചെയ്യുന്നവരാണ്. എന്തുമാത്രം ബോർഡുകളാണ് ഹൈവേയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അത് വെറുതെ അവിടെ കാശ് മുടക്കി വെച്ചിരിക്കുകയല്ല. ആ ഓരോ ബോർഡിൽ, സൈൻ ബോർഡിനും ഓരോ അർത്ഥമുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ഓരോ വ്യക്തിയും ആ സൈൻ ബോർഡ് വാച്ച് ചെയ്യണം. ഇത് ഏറ്റവും ആവശ്യമാണ്. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിന് ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ സൈൻ ബോർഡ് വായിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആമേൻ. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോട്, ഭയത്തോട്, വിറയലോട്, ദൈവത്തിലുള്ള ആശ്രയത്തോട് 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചിന്ത ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിന്റെ വിശ്വസ്തത എന്നുള്ളതാണ്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വിശ്വസ്തത. ആമേൻ. അതിൽ ഒരു മുഖവര പറയുകയാണ് ആദ്യത്തെ 2 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോർക്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ സത്യമാണ് പറയുന്നത്, അത് ഞാൻ ഫോർക്കല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊരു സത്യാവസ്ഥ നിങ്ങളോട് പറയുകയാണ്. എന്താ സത്യാവസ്ഥ? എൻ്റെ ഹൃദയത്തിൽ നിലയ്ക്കാത്ത, അതായത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാൻ കഴിയാത്ത നിലയിലുള്ളൊരു വ്യാകുലത എൻ്റെ ഹൃദയത്തെ കടന്നു പിടിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഞാനൊരു ക്രിസ്ത്യാനിയായി തീർന്നു, ഞാനൊരു യഹൂദനായിരുന്നു. എന്നാൽ എൻ്റെ സ്വജനത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ, അയ്യോ എൻ്റെ സ്വജനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് കാണുമ്പോൾ
എൻ്റെ ഹൃദയത്തിൽ അതിയായ വേദനയുണ്ട്. ഈ കാര്യം ഞാൻ വെറുതെ പറയുകയല്ല എന്ന് പൗലോസ് പറയുന്നത്. അതിന് എൻ്റെ മനസാക്ഷിയും പരിശുദ്ധാത്മാവും സാക്ഷിയാണ്. ഞാൻ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പൗലോസ് ഈ കാര്യം എഴുതുമ്പോൾ യഹൂദയിൽ ഗണ്യമായ ഒരു സംഖ്യ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. കാരണം 1-ാം നൂറ്റാണ്ടിൽ യഹൂദ്യ, ശമരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അനേകർ ക്രിസ്ത്യാനികളായി വന്നിട്ടുണ്ട് യഹൂദന്മാരിൽ നിന്ന്. ഈവൻ റോമിലേക്ക് പോയാലും ക്രിസ്ത്യാനികൾ ആയിത്തീർന്ന അനേക യഹൂദന്മാരെ കാണാൻ കഴിയും. അന്നുണ്ടായ റോമൻ സാമ്രാജ്യത്തിൽ ഏറിയ പങ്ക് പട്ടണങ്ങൾ നമ്മൾ സന്ദർശിച്ചാലും അവരൊക്കെ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായി മാറിയിട്ടുള്ളവരെ കാണാൻ കഴിയും. പക്ഷേ ആ പ്രത്യേക ജനവിഭാഗം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അവർ ദൈവിക വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെതായ പ്രമാണങ്ങൾക്കും വിരുദ്ധമായി നിൽക്കുകയാണ്. ജൂഡിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുകയാണ്. അതുകൊണ്ട് താൻ പറയാണ്, എനിക്ക് അവരെ കുറിച്ച് അതിയായ ഹൃദയവേദനയുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാനിത് 2-3 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണമായി പറയട്ടെ. ഒന്ന് മോശയാണ്. ജനത്തെ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ചില നാളുകൾ കഴിയുന്നതിന് മുമ്പേ ജനം വിഗ്രഹാരാധികളായി തീർന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി അഹ്റോന്റെ നേതൃത്വത്തിൽ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞുപോയി, ദൈവത്തിലേക്ക് തിരിഞ്ഞുപോയി. ഇത് മോശയുടെ ഹൃദയത്തെ തകർത്തു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ് ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മോശയുടെ ഹൃദയത്തെ തകർത്തപ്പോൾ മോശ യഹോവയുടെ സന്നിധിയിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു. 32-ാം അധ്യായം 32-ഉം 33-ഉം വാക്യം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-ഉം 33-ഉം വാക്യം. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നും എന്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോടെ എന്റെ പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. നെടുവേർപ്പെട്ടുകൊണ്ട് മോശ ദൈവത്തിന്റെ സഭയിൽ നിൽക്കുകയാണ്. 6 ലക്ഷം ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഇടിവേ നോക്കുന്നു. ദൈവമേ, ആ പാപം ചെയ്ത ജനത്തോട് ക്ഷമിക്കണം, ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം. ഒരു വലിയ ജനവിഭാഗത്തിന് വേണ്ടി സ്വയം നശിക്കുവാൻ, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സ്വയത്യാഗിയായി തീരുവാൻ മോശയുടെ ഹൃദയം എത്രമാത്രം ഭാരപ്പെട്ടു എന്ന് നമ്മൾ ഓർക്കുക. ഒരു ജനവിഭാഗത്തിന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു മോശയെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ വ്യക്തി എസ്തേറാണ്. 4-ാം അധ്യായം, എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ മൊർദെഖായി വന്ന് എസ്തേറിനോട് പറഞ്ഞു, ഹാമാൻ ഒരു കഴുകുമരം ഉണ്ടാക്കിയിരിക്കുന്നു, എബ്രായ ജനത്തെ മുഴുവനും കൊന്നുകളയുവാനായി തീരുമാനിച്ചിരിക്കുന്നു. ആ വസ്തുത കേട്ടപ്പോൾ എന്താണ് എസ്തേർ പറഞ്ഞെന്ന് കേൾക്കുക. 4:16. നീ ചെന്ന ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഇതാണ് സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ ഒരു പ്രതികൂലത്തെ നേരിടുവാൻ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ
ധൈര്യം ഉണ്ടാകുകയുള്ളൂ. ഞാൻ ഉപസിക്കാൻ പോവുകയാണ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ആർക്ക് വേണ്ടിയാണ്? യഹൂദജനത്തിന് വേണ്ടി. നീ പോയി ജനത്തോട് പറ, അവർ ഉപസിക്കാൻ പറ. അവർ ഉപസിക്കുമെന്ന് അറിഞ്ഞിട്ടല്ല, കാരണം എന്റെ ജനം വിടുവിക്കപ്പെടണം, എന്റെ ജനം ദൈവത്തിങ്കൽ നിന്ന് എന്തേക്ക് മടങ്ങി വരണം, എന്റെ ജനത്തിന് നേരിട്ടിരിക്കുന്നതായ ആ വലിയ പ്രതികൂലത്തിൽ ജനം വിടുവിക്കപ്പെടുവാൻ ഇടയായി തീരണം. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രതിസന്ധി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മികൻ എന്ന് പറയുന്നത്. വലിയ പ്രതിസന്ധി സഭകളിലോ കുടുംബങ്ങളിലോ നേരിടുമ്പോൾ തന്ത്രപൂർവം ഒഴിഞ്ഞു മാറുകയല്ല, അതിനെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ, ആ വ്യക്തിയാണ് ദൈവം അന്വേഷിക്കുന്നത്. ആമേൻ. മൂന്നാമത് പൗലോസ് വീണ്ടും പറയുന്ന ഒരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 9:16 സുവിശേഷത്തെ സംബന്ധിച്ച് ആ ദൈവദാസന്റെ അതേ മനോഭാവം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 9:16 ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നതിൽ എന്റെ മേലൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്നെ സഭ അയച്ചത് കൊണ്ട് ഞാൻ പോയി സുവിശേഷം പറയാൻ പോയതല്ല. എനിക്ക് ആ 2 സ്പോൺസർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ പീരീഡിലേക്ക് പോയതല്ല. പിന്നെയോ എന്തിനാണ് പൗലോസ് അങ്ങനെ ഇറങ്ങിത്തിരിച്ചത്? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നിർബന്ധം എന്ന് പറയുന്നത് എന്നെ ആരോ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഇങ്ങനെ അങ്ങ് പോഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ പോയി പറ, നീ പോയി പറയുന്ന ആ നിർബന്ധം ഉള്ള വ്യക്തിക്ക് മാത്രമേ ദൈവസ്നേഹത്തിൽ ഇറങ്ങിപ്പോയി സുവിശേഷം പറയുവാനൊക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ജനതയ്ക്ക് വേണ്ടി മുൻപിൽ നിന്നുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അഹോരാത്രം മനോവേദനയോട് നിലവിളിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് 9-ാം ആദ്യ ഭാഗത്ത് കാണാൻ കഴിയും. അത് പൗലോസ് ആണ്. അതുപോലെ ഒരു വ്യക്തിയാണ് മോശ എന്ന് ഞാൻ പറഞ്ഞു. അതേ നിലവാരത്തിൽ ജനത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്തർ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നിലവിളിക്കുന്നതാണ് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് എന്ന് നമ്മൾ കണ്ടു. ഇവിടെ പ്രായോഗിക വശത്ത് ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ആത്മഭാരം നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇതുപോലെയുള്ളതായ ഒരു ചിന്താഗതി നമ്മളിൽ കടന്നുകൂടിയിട്ടുണ്ടോ? അതിന് സ്തോത്രം. അത് വ്യക്തിപരമായി ചോദിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 6-ാം പഠിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു. വലിയൊരു ചോദ്യമാണ്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ പോകും? ഉടനടി ഒരു ഉത്തരം അവിടെ കേൾക്കാം. മറ്റാരെയും അയക്കണമെന്നല്ല, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. വളരെ മനോഹരമായ നിലയിൽ അത് എടുത്ത് പാടാറുണ്ട്. അടിയനിതാ അടിയനിതാ എന്ന് പാടാം. പക്ഷേ വേലയ്ക്ക് വേണ്ടി പോകാൻ എത്ര പേരുണ്ട്? സുവിശേഷം പോയി പറയുവാൻ എത്ര പേരുണ്ട്? ഉപവസിപ്പാനുള്ള മനോഭാവം എത്ര പേർക്കുണ്ട്? മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള താല്പര്യം എത്ര പേർക്കുണ്ട്? നമുക്ക് ഭൗമികമായ ആരെയും കുറ്റം പറയാം, കുറ്റം പറഞ്ഞിട്ടും അർത്ഥമില്ല. നമുക്ക് ഭൗതികമായ പല കാര്യങ്ങളിലാണ് നമ്മുടെ ഹൃദയം തളച്ചിട്ടിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്ര വിഷയങ്ങളായി വരുന്നത്. എന്നാൽ നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ചിന്ത
രക്ഷിക്കപ്പെടണമെന്നുള്ളതായ ചിന്ത, ജീവിതങ്ങൾ മടങ്ങി വരണമെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നെങ്കിൽ ഈ ഭാഗം പഠിക്കുമ്പോൾ ഒരു വലിയ ചലഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു വലിയ വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. അത് പൗലോസ് പറഞ്ഞ വാക്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധത്താൽ ഇറങ്ങിപ്പോയി സുവിശേഷം പ്രസംഗിപ്പാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽക്കാലം ഒരുക്കട്ടെ. അതിന് സ്തോത്രം. അതാണ് ഈ കാലഘട്ടങ്ങളുടെ ആവശ്യം. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കാലങ്ങളൊക്കെ വളരെ വേഗം മുൻപോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് സുവിശേഷം അറിയിപ്പാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി നൽകിയിരിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും, എല്ലാ മാധ്യമങ്ങളും ദൈവം ഒരുക്കി നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മാധ്യമം ഉപയോഗിച്ച് സുവിശേഷം പറയുന്ന കാര്യത്തിൽ നാം ബദ്ധശ്രദ്ധരായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യം എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, എല്ലാവരെയും അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകണം. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, 4ഉം 5ഉം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാർക്ക് നൽകപ്പെട്ട അതേ സവിശേഷ ആനുകൂല്യങ്ങൾ. യഹൂദൻ എന്ന് പറയുന്ന പ്രത്യേക ജനത്തിന് ദൈവം നൽകിയ പ്രത്യേക ആനുകൂല്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ യഹൂദൻ എന്ന് പറയുമ്പോൾ 3 പ്രത്യേക നിലയിലാണ് അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹൂദൻ എന്ന സംജ്ഞ, ഒന്ന്, യഹൂദന് കൊടുത്തിരിക്കുന്ന വേറൊരു പേരാണ് എബ്രായർ. യാബോക്ക് കടവിങ്കൽ വെച്ച് യാക്കോബ് അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഇനിയും നിന്നെ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അതൊരു വ്യക്തിയുടെ പേരായിട്ട് അവിടെ പറഞ്ഞു. 2, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജനവിഭാഗമാണ്. അത് അബ്രഹാമ്യ സന്തതിയാണ്. വാഗ്ദത്ത സന്തതിയുടെ പിന്തുടർച്ചയായി വന്നു ചേർന്ന വാഗ്ദത്ത സന്തതിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനവിഭാഗം. 3, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. ഇന്ന് ഇസ്രായേൽ ഒരു രാഷ്ട്രമാണ്. അമേരിക്ക എന്ന് പറയുന്നത് പോലെ, ഇന്ത്യ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യമായി അവർ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഭാഗം, ഒരു ജനവിഭാഗമായി നിന്ന് അത് ഒരു രാഷ്ട്രമായി നിൽക്കുന്ന ഒരു ഇസ്രായേലിനെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സംജ്ഞയാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു ജനവിഭാഗത്തെയാണ് അത് ഉൾക്കൊള്ളുന്നത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. ഈ ഇസ്രായേലിന് ദൈവം കൊടുത്തതായ 7 വിധ ആത്മിക പദവികളെ കുറിച്ചാണ് 4 മുതൽ 4ഉം 5ഉം വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. ദൈവം ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ പ്രിവിലേജ്, എന്തെല്ലാം പ്രിവിലേജുകളാണ് ദൈവം അവർ കൊടുത്തത് എന്നവിടെ എഴുതിയിരിക്കുന്നു. 4ഉം 5ഉം വാക്യം വായിച്ചാട്ട്. ഹലോ സിസ്റ്റർ, മ്യൂട്ട് ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. 4ഉം 5ഉം വാക്യം ഞാൻ തന്നെ വായിക്കും. അവർ ഇസ്രായേലിയർ വായിച്ചാട്ടെ. താങ്ക് യു പാസ്റ്റർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും ദൈവമായി ആമേൻ. പ്രൈസ് ദി ലോർഡ്. 7 പ്രത്യേക പ്രിവിലേജുകൾ, ആനുകൂല്യങ്ങളാണ് ദൈവം ഈ പ്രത്യേക ജാതിക്ക് കൊടുത്തിരിക്കുന്നത്.
7 പ്രത്യേക ആനുകൂല്യങ്ങൾ, പ്രിവിലേജ് എന്തെല്ലാമാണെന്ന് അക്കമിട്ട് നമുക്കൊന്ന് പഠിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ ആ കാര്യങ്ങൾ ഓർപ്പിക്കാം. 1, അവർക്ക് ലഭിച്ചതായ പുത്രത്വം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നു, നിങ്ങൾ ഇന്ന് ഫറവോനോട് പറയണം, അവർ എൻ്റെ പുത്രന്മാരാണ്, അവർ എൻ്റെ മക്കളാണ്. ആരോടും ചോദിച്ചിട്ട് ദൈവത്തിന്റെ മക്കളാക്കി എടുത്തതല്ല, അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ട കാര്യമാണ്. അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആ ദത്തെടുപ്പിലൂടെ ദൈവത്തിന്റെ പുത്രന്മാർ, അല്ലെങ്കിൽ ഇസ്രായേൽ എൻ്റെ പുത്രന്മാർ, എൻ്റെ ആദ്യജാതൻ എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ എൻ്റെ ആദ്യജാതനാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ അവരെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി ദൈവം അംഗീകരിച്ചതാണ്. നമ്പർ 2, രണ്ടാമത് അവരെ കുറിച്ച് പറയുമ്പോൾ ദൈവ മഹത്വം അവർക്കുള്ളതാണ്. ദൈവ മഹത്വം എന്ന് പറയുന്നത് ഗ്ലോറി ഓഫ് ഗാഡ്. മരുഭൂമി യാത്രയിൽ ജനത്തെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നതാണ് ദൈവത്തിന്റെ ഷെക്കൈന, ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സാന്നിധ്യം. ഇത് ഒരു വലിയ പദവിയാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. ദൈവ സാന്നിധ്യമാണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു കാര്യം. ദ ഗ്ലോറി ഓഫ് ഗാഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തത് നിയമങ്ങൾ. നിയമങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കവനന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉടമ്പടികൾ, ഉഭയസമ്മതങ്ങൾ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രത്യേക 4 ഉഭയസമ്മതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അവ പ്രാധാന്യമർഹിക്കുന്ന ഉടമ്പടികൾ, കവനന്റാണ്. 1, അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഒരു കവനന്റ് നിങ്ങൾ കാണാൻ കഴിയും. ഇതിന് അബ്രഹാമിക് കവനന്റ് എന്നാണ് പറയുന്നത്. ആ കവനന്റിലാണ് പാലസ്തീൻ അവർക്ക് നൽകാം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് പാലസ്തീൻ ഉടമ്പടി അല്ലെങ്കിൽ പാലസ്തീൻ കവനന്റ് ആണ്. മൂന്നാമത് ദാവീദിനോടുള്ള ഉടമ്പടിയാണ്, ഡേവിഡിക് കവനന്റ്, ദാവീദിനോടുള്ള ഉടമ്പടി. ആ ഉടമ്പടിയിലാണ് നിന്റെ സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദാവീദിന്റെ സന്തതി വന്ന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് ദൈവം ഉടമ്പടി കൊടുത്തിരിക്കുകയാണ്. കാലതാമസമില്ല, അവൻ മടങ്ങി വരും, രാജ്യം അവൻ സ്ഥാപിക്കും, അവൻ രാജാവായി ഇവിടെ ഭരിക്കും. അത് ആ ഉടമ്പടിയുടെ നിവർത്തി അന്ന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 4-മത്തെ ഉടമ്പടി, ഒരു പുതിയ ഉടമ്പടി ദൈവം ജനത്തിന് കൊടുത്തു. ഒരു പുതിയ ഉടമ്പടി. ഇത് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ദ ന്യൂ കവനന്റ് ദൈവം ജനത്തിന് കൊടുത്തതാണ്. ഏറ്റവും പ്രധാനമറിയിക്കുന്നതാണ് ആ ഉടമ്പടി. പഴയ നിയമ ഉടമ്പടി പോലെയല്ല. ദൈവം ആ ഉടമ്പടി അവരുടെ ഹൃദയത്തിൽ എഴുതുന്ന നിയമങ്ങളായി മാറാൻ പോകുകയാണ്. അടുത്തത് പറയുന്നത് ന്യായപ്രമാണവും അവർക്കുള്ളത്. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ആ ന്യായപ്രമാണത്തിൽ പ്രത്യേകമായ 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ന്യായപ്രമാണം എന്ന് പറയുന്നത് തോറയാണ്. അതിൽ കൽപ്പനകൾ ഉണ്ട്, ധാർമ്മിക നിയമങ്ങളാണ്. 2, വിധികളുണ്ട്, അത് പൗരജീവിതത്തിന് ആവശ്യമായ നിയമങ്ങളാണ്. 3-മത് ആരാധനാ നിയമങ്ങളാണ്. ഇതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പ്രമാണം ലഭിച്ചിരിക്കുന്ന ഒരു ജാതി, ഒരു മതം വേറെ ലോകത്തിലില്ല. അനേകം മതങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ ഇതുപോലെ പ്രമാണമുള്ള ഒരു മതം, പ്രമാണമുള്ള ഒരു ജാതി ലോകത്തിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവം അവർക്ക് പ്രത്യേകം കൊടുത്ത ഒരു പ്രിവിലേജ് ആണ് ഇത്
എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ സാമൂഹ്യമായി, രാഷ്ട്രീയമായും മതപരമായും ദൈവത്തിന്റെ നിയമവലിക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണം. അടുത്തത് ദേവാലയ ആരാധന. ഇത്ര ശ്രേഷ്ഠമേറിയിരിക്കുന്ന കാര്യമാണ്. ധാർമ്മികമായ ഒരു ശുശ്രൂഷ ദൈവം അവർക്ക് കൊടുത്തതാണ്. അത് സമാഗമന കൂടാരത്തിൽ ആരംഭിച്ചു. അതുകൊണ്ട് തീർന്നില്ല. കനാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് തുടരുന്നത് നാം കാണുന്നു. അത് ദേവാലയം ശലോമോൻ തീർത്തപ്പോൾ അത് പിന്നെയും തുടരുന്നതായിട്ട് നാം കാണാൻ കഴിയും. ആരാധന ദൈവം അവർ കൊടുത്ത ശ്രേഷ്ഠമേറിയ ഒരു പ്രമാണമായിട്ടാണ് നിലനിൽക്കുന്നത്. അടുത്തത് വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് മശിഹായെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞാണ് അവിടെ ആരംഭിക്കുന്നത്. അവൻ കാലസമ്പൂർണതയിലാണ് ലോകത്തിലേക്ക് വന്നത്. പഴയ നിയമത്തിൽ നെടുക കാണുന്ന ഒരു ചുവപ്പ് ചരടാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ആ വാഗ്ദത്തങ്ങളെല്ലാം ഒന്ന് നിറവേറിയത് ക്രിസ്തുവിലാണ്. അതൊന്നുകൂടെ എടുത്തു പറയുകയാണ്. പിതാക്കന്മാർ അവർക്കുള്ളത് ആരെല്ലാമാണ് പിതാക്കന്മാർ? വളരെ അക്യുറേറ്റ് ആയിട്ട് അവരുടെ പിതാക്കന്മാരുടെ പേരുകൾ തിരുവെഴുത്തുകൾ കാണാം ദിനവൃത്താന്ത പുസ്തകത്തിൽ. അപ്പോ ഒന്നുകൂടെ പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ, 2 ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ പിതാക്കന്മാരുടെ പട്ടിക പറഞ്ഞു വന്ന ശേഷം അവസാനം കൊണ്ട് നിർത്തുന്നത് അവരിൽ നിന്നല്ലോ ക്രിസ്തു ജനിച്ചത്. നോക്കുക, അവർക്ക് ലഭിച്ച പ്രമാണത്തിൽ, അവർക്ക് ലഭിച്ച നിയമത്തിൽ, അവർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളിൽ, അവർക്ക് ലഭിച്ച പിതാവ് ഉണ്ടായിരുന്ന പിതാക്കന്മാരുടെ അന്തിമ കണ്ണികയായി വന്നത് മശിഹായാണ് എന്ന് പറയുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ജനിച്ചു. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞ് നിർത്തിയെങ്കിൽ കൊള്ളായിരുന്നു. നിർത്തുകയല്ല, പിന്നെ അവിടെ ഒരു വാക്കുകൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അടുത്ത പദം ശ്രദ്ധിക്കുക: അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അവൻ സർവത്തിനും മീതെ ദൈവമാണ്. ഇത് വായിക്കുന്ന എബ്രായൻ മനസ്സിലാക്കണം. പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതിയായ ക്രിസ്തു പിതാക്കന്മാരുടെ അന്ത്യ കണ്ണികയായി ജനിച്ചു വീഴുന്നത് മശിഹായായ അഥവാ ക്രിസ്തുവാണ്. അവൻ ആരാണ്? അവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, സർവത്തിനും മീതെ ദൈവമായിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. സർവത്തിനും മീതെ ദൈവമായി വന്നവൻ ക്രിസ്തുവാണ്. ഈ വലിയ ഭാഗ്യമാണ് ഇസ്രായേലിന് ലഭിപ്പാൻ ഇടയായി തീർന്നത്. ഈ 7 പ്രിവിലേജ് അവർക്കുണ്ടായിരുന്നു. ഈ 7 വിധമായിരിക്കുന്ന ആനുകൂല്യങ്ങളും ഉള്ള ഒരു ജനവിഭാഗമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ആ പ്രത്യേക ജനതയ്ക്ക്. ഈ 7 നിലവാരത്തിൽ 7 ഘടകങ്ങൾ അടങ്ങുന്ന പ്രിവിലേജ്, ദൈവിക വിശേഷ ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കിയിരുന്നവരാണ്. നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കരമൊഴിവായി ദൈവം കൊടുക്കുക. പക്ഷേ എന്ത് പ്രയോജനം? അതാണ് ഇനി അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത്. ദൈവം നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഓർക്കണം, നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം, വെട്ടിയുണ്ടാകാത്ത കിണറുകൾ, പണിയാത്ത വീടുകൾ ഇസ്രായേലിന് കൊടുത്തു എന്ന് നമ്മൾ പലപ്പോഴും പറയുമല്ലോ. ആ അനുഭവം അമേരിക്കയിൽ വന്നപ്പോൾ ദൈവമക്കളായ നമുക്ക് ദൈവം പാർപ്പാൻ ഒരുക്കി നൽകിയില്ലേ?
നമ്മൾ ആരെങ്കിലും പണിതാണോ നമ്മൾ താമസിക്കുന്ന വീടുകൾ? ഇനി എത്ര വർഷം കൂടെ അടച്ചാൽ അതിന്റെ മോർഗേജ് തീരും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇനി അല്ലെങ്കിൽ മോർഗേജ് തീർന്നെന്നിരിക്കട്ടെ, ഇവിടുത്തെ ഗവൺമെന്റ് ഒന്ന് പറയുമോ തോമാച്ച 20 സെന്റ് നിന്റേതാണ്? ആരും പറയത്തില്ല. കാരണം അത് ഗവൺമെന്റിൻ്റെതാ. പിന്നെ ഇങ്ങനെയുള്ള രാജ്യത്ത് അനേകം നന്മകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ നാവുകൾ എങ്ങനെ ചലിപ്പിക്കാതിരിക്കും? എണ്ണിയാൽ തീരാത്ത നന്മകൾ ഓരോ ദിവസവും തരുന്ന ദൈവത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കളെ, കൊറോണ വൈറസ് അല്ല വലുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് നമ്മൾ രക്ഷിക്കപ്പെടാതെ നിത്യ നരകത്തിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശോചനീയമായിരിക്കുന്ന, ഗുരുതരമായിരിക്കുന്ന വസ്തുത, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെടാതെ മറുതലിച്ചു നോക്കുന്നതാണ്. ജീവിതത്തിൽ ഇതൊക്കെയാണ് വലിയ കാര്യം. ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല, നീ പരിശുദ്ധാത്മാവ് സ്നാനം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇതിനൊക്കെ മുൻതൂക്കം കൊടുക്കൂ. ഇതൊക്കെ പ്രാധാന്യമായ കാണൂ. ദൈവം നമുക്ക് തന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കായും എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഇരുന്ന് സ്തുതിക്കാൻ കഴിയും? അതേ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. പ്രിവിലേജുകളൊക്കെ നൽകി. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ച് ഇവിടെ നിർത്താൻ പോകുകയാണ്. പ്രിവിലേജുകളൊന്നും, ആനുകൂല്യങ്ങളൊന്നും, പദവികളൊന്നും ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ സുസ്ഥിരമായി നിൽക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. നമുക്ക് സുസ്ഥിരമായി നിൽക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകണം, ഹൃദയത്തിൽ വ്യത്യാസം ഉണ്ടാകണം, ഹൃദയവും ദൈവവുമായി ബന്ധപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിയരാണ്, പേരുകൊണ്ട് അവർ ദൈവത്തിന്റെ ജനമാണ്, ഒരു രാഷ്ട്രമായി അവർ രൂപാന്തരപ്പെട്ടതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ലഭിച്ച ആനുകൂല്യങ്ങളൊന്നും അവർക്ക് പ്രയോജനമുള്ളതായി തീർന്നിട്ടില്ല. തീരണമെങ്കിൽ അവർ ജാതിയായി ദൈവത്തിലേക്ക് മടങ്ങി വരണം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം വീണ്ടും ഈ ഭാഗം നമുക്ക് തുടർന്ന് പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ വാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.